നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ? ആ ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത്. വിജയ, അത് നീ വരുന്നോ ഇല്ലയോ, നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേറ്റ് കഴിഞ്ഞിരിക്കുക. ഏത് ഗഫൂർക്ക? അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്നാ പോന്നോളി. അല്ല, ഇതാണോ ഒരു പുറത്താണ്. നമ്മളിതിന് അങ്ങോട്ട് എത്തണ്ടേ? ആ വന്നാട്ടെ. ഇങ്ങോട്ട് പോരീ. തല സൂക്ഷിക്കണേ, മുട്ടു. ഇനി പെട്ടിയൊക്കെ ഇവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാര് ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളേറ്റ്. എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. 7-ാം തീയതി പുറപ്പെടുന്നതാണ്. പൈസയും കൊണ്ട് പോന്നോളി. അല്ല എണീറ്റാത്ത മക്കളെ. എനിക്ക് സ്ഥലത്തിക്കണ്. സ്ഥലത്തി. അങ്ങനെ പടച്ചാന്റെ കൃപ കൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കണേ. ഭഗവാനെ, ഈശ്വര രക്ഷിക്കണേ. നല്ല കാര്യത്തിന് പറ്റിയ നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട, ചാടിക്കോളി. ഗഫൂർക്ക, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എങ്ങോട്ട് നോക്കാൻ? ഇത് ഗൾഫൊന്നും അല്ല. ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല, ഇതാ ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ. കണ്ണ് തുറന്ന് നോക്കടാ. ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല. അയ്യോ, രാജ അണ്ണാമലെ മെമ്മോറിയൽ ഹാൾ. എനിക്ക് ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക ചതിക്കൊന്നുമില്ല. ഗഫൂർ ഇതിന്റെ അളിയനാ.